സാലി. ഈ പെൺകുട്ടിയുടെ പ്രേതാത്മാവിനെ ഭയന്നു ആരും ആ വീട്ടിൽ പോകാറില്ല. അവളുടെ പ്രേതാത്മാവിന്റെ സാന്നിധ്യം ആ വീടിനെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രേതബാധയുള്ള വീടുകളിൽ ഒന്നാക്കി മാറ്റി. ആ വീട് സന്ദർശിക്കാൻ വന്ന ഓരോരുത്തർക്കും പറയാൻ ഭീതി ഉളവാക്കുന്ന ഓരോ അനുഭവ കഥകളുണ്ടായിരുന്നു. സോ ടുഡേ വി വിൽ ബി എക്സ്പ്ലോറിംഗ് ദ ഹോണ്ടഡ് ഹൊറർ സ്റ്റോറി ഓഫ് സാലി ഹൗസ് വിത്ത് മൈ ചാനൽ മിസ്റ്ററി ബസ്റ്റേഴ്സ്. 1861-71 കാലഘട്ടത്തിൽ മൈക്കൽ ഫിന്നി എന്നൊരാൾ കാൻസാസിലെ അച്ചിസണിൽ ഒരു വീട് നിർമ്മിച്ചു. താമസിയാതെ 1872 മൈക്കൽ ഫിന്നി അസുഖത്തെ തുടർന്ന് മരിച്ചു. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ ചാൾസ് ഫിന്നി ആ വീട്ടിൽ താമസം തുടങ്ങി. അച്ചിസണിലെ ചുരുക്കം ചില ഡോക്ടർമാരിൽ ഒരാളായിരുന്നു ചാൾസ്. അദ്ദേഹവും കുടുംബവും വീടിന്റെ മുകളിലത്തെ നിലയിലായിരുന്നു താമസിച്ചിരുന്നത്. താഴത്തെ നില അദ്ദേഹത്തിന്റെ മെഡിക്കൽ ഓഫീസായി പ്രവർത്തിച്ചിരുന്നത്. കാരണം ആ ഒരു കാലഘട്ടത്തിൽ അച്ചിസൺ പോലുള്ള പട്ടണങ്ങളിൽ ആശുപത്രികളില്ലായിരുന്നു. അതിനാൽ ഡോക്ടർമാർ വീട്ടിൽ തന്നെയായിരുന്നു ചികിത്സ നടത്തിയിരുന്നത്. അങ്ങനെ ഒരു രാത്രി നിരാശയായൊരു സ്ത്രീ ഡോക്ടർ ചാൾസ് ഫിന്നിയുടെ വാതിലിൽ വന്ന് മുട്ടി. അവർ വല്ലാതെ നിലവിളിക്കുന്നുണ്ടായിരുന്നു. ചാൾസ് പെട്ടെന്ന് തന്നെ വന്ന് കതക് തുറന്നു. ആർക്കാണ് സഹായം വേണ്ടതെന്ന് അവരോട് ചോദിച്ചു. ആ സ്ത്രീ താഴെ വയറുവേദന കൊണ്ട് കുഴഞ്ഞു വീണ് കിടക്കുന്ന തന്റെ 6 വയസ്സുള്ള മകളുടെ നേരെ കൈ ചൂണ്ടി. ഉടനെ തന്നെ ഡോക്ടർ ചാൾസ് ആ കുട്ടിയെ എടുത്ത് അകത്ത് കട്ടിലിൽ കിടത്തി വിശദമായി പരിശോധിക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിക്ക് അപ്പൻഡിസൈറ്റിസ് ആണെന്ന് അദ്ദേഹം സ്ഥിരീകരിച്ചു. മാത്രമല്ല അവളുടെ അപ്പൻഡിക്സ് പൊട്ടാൻ പോകുന്ന നിലയിലായിരുന്നു. കുട്ടിക്ക് മരണം വരെ സംഭവിക്കാവുന്ന അവസ്ഥയിലായിരുന്നു. എത്രയും വേഗം കുട്ടിയെ ശസ്ത്രക്രിയയ്ക്ക് വിധേയക്കാനായി അവൾക്ക് അനസ്തേഷ്യ നൽകി. എന്നാൽ അനസ്തേഷ്യ ബോഡിയിൽ എഫക്ട് ചെയ്യാൻ താമസമായതിനാൽ ഡോക്ടർ ശസ്ത്രക്രിയ ആരംഭിക്കുന്നതിനുള്ള തീരുമാനമെടുത്തു. പെൺകുട്ടി സഹിക്കാൻ കഴിയാത്ത വേദന കൊണ്ട് അലറി വിളിച്ചു. പെട്ടെന്ന് തന്നെ അവൾ നിശബ്ദയാവുകയും ചെയ്തു. അവളുടെ ശരീരം ചലനമറ്റതാവുകയും ചെയ്തു. ഡോക്ടർ ചാൾസ് ആ പെൺകുട്ടി മരിച്ചതായി അവളുടെ അമ്മയെ അറിയിച്ചു. ആ പാവ സ്ത്രീ തന്റെ മകളുടെ ചലനമറ്റ ശരീരത്തെ കെട്ടിപ്പിടിച്ച് അലമുറയിട്ട് കരയാൻ തുടങ്ങി. വർഷങ്ങൾ കടന്നുപോയി. അങ്ങനെ 1992 നവദമ്പതികളായ ഡെബ്രയും ഭർത്താവ് ടോണി പിഗ്മാനും ഡോക്ടർ ചാൾസിന്റെ 100 വർഷം പഴക്കമുള്ള ആ വീട് വാങ്ങാനിടയായി. ആ വീട്ടിൽ താമസിക്കാനെത്തുന്ന സമയത്ത് ഡെബ്ര ഗർഭിണിയായിരുന്നു. അതിനാൽ അവർ മുകളിലത്തെ മുറികളിൽ നിന്ന് തന്റെ കുട്ടിക്കുള്ള നേഴ്സറിയായി അലങ്കരിച്ചു. അവർ അവിടെ സന്തോഷമായി ജീവിക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ചു മാസങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെ വിചിത്രമായ കാര്യങ്ങൾ സംഭവിക്കാൻ തുടങ്ങി. ലൈറ്റുകൾ താനെ അണയുക, ഓവനിലെ ടൈമർ തനിയെ ഓണാവുക. പക്ഷേ ഇതിലൊന്നും അസാധാരണമായ കാര്യങ്ങളായി അവർക്കൊന്നും തോന്നിയില്ല. പഴയ വീടായതിനാൽ വയറിങ്ങിൽ ഉണ്ടാകുന്ന തകരാറായിരിക്കുമെന്ന് അവർ കരുതി. എന്നാൽ അവർക്ക് വിചിത്രമായി തോന്നിയ ഒരു കാര്യം, പൊതുവെ ശാന്തനായിരുന്ന അവരുടെ വളർത്തുനായ കുട്ടിക്കുള്ള റൂമിൽ കയറുമ്പോൾ മാത്രം വല്ലാതെ കുരയ്ക്കുകയും മുരളുകയും ചെയ്യുമായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന് അവർക്ക് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായില്ല. പക്ഷെ അവരുടെ മകൻ ടേലർ ജനിച്ചപ്പോഴാണ് ആ വീട്ടിൽ അസ്വസ്ഥതയുണ്ടാകുന്ന സംഭവങ്ങൾ കൂടുതൽ നടക്കാൻ തുടങ്ങിയത്. ഒരു ദിവസം ടോണി ടെമ്പറിൽ കുഞ്ഞിനെ കിടത്താൻ അവന്റെ മുറിയിലേക്ക് പോയി. എന്നാൽ മുറിയിലെത്തിയപ്പോൾ സാധാരണയായി കസേരയിൽ അടുക്കി വെക്കുന്ന പാവകളെല്ലാം തറയിൽ നിരത്തി വെച്ചിരിക്കുന്നത് കണ്ടു. ഇത് കണ്ട് ഡെബ്രയും ടോണിയും വല്ലാതെ അസ്വസ്ഥരായി. ആരെങ്കിലും വീട്ടിൽ അതിക്രമിച്ച് കയറിയിരിക്കുമോ എന്ന ആശങ്കയിൽ രണ്ടുപേരും ആ വീടാകെ തിരക്കെങ്കിലും ആരെയും കണ്ടില്ല. അതിനാൽ പാവകളെല്ലാം പഴയ പോലെ അടുക്കി വെച്ച് കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി അവർ താഴേക്ക് നടന്നു. എന്നാൽ സ്റ്റെയർ കേസിന്റെ അടുക്കലെത്തി അവർ ഒരു വട്ടം കൂടി മുറിയിലേക്ക് തിരിഞ്ഞു നോക്കി. പെട്ടെന്നൊരു വെളിച്ചം ആ മുറിയിൽ മിന്നി മറയുന്നതായി അവർ കണ്ടു. ഉടൻ തന്നെ അവർ കുട്ടിയുടെ മുറിയിലെത്തി. അവർ നോക്കുമ്പോൾ ഒരു ടെഡി ബിയർ മാത്രം നിലത്തിരിക്കുന്നത് കണ്ടു. എല്ലാം അടുക്കി വെച്ചതാണല്ലോ, പിന്നെ ആരാ ഇത് തലയിൽ വെച്ചത് എന്ന ചിന്തയാൽ അവിടെയാകെ ഒരിക്കൽ കൂടി അന്വേഷിച്ചു. എന്നാൽ അപ്പോഴും അവർക്കാരെയും കണ്ടെത്താനായില്ല. അവർ ടെഡിയെ പഴയ സ്ഥലത്ത് വെച്ച് ലൈറ്റ് ഓഫാക്കി താഴേക്ക് പോയി. എന്നാൽ കിടന്നിട്ട് രണ്ടുപേർക്ക് ഉറക്കം വന്നില്ല. അവർ വീണ്ടും കുട്ടിയുടെ മുറിയിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ മുറിയിലെ ലൈറ്റ് ഓണായി കിടക്കുന്നു. ടെഡി ബിയറിന്റെ പാവം നിലത്തിരിക്കുന്നു. ഇത് കണ്ട് അവർ വല്ലാതെ പരിഭ്രാന്തരായി. ടോണി ഉടൻ തന്നെ തന്റെ സഹോദരൻ ലാറിയെ സഹായത്തിനായി വിളിച്ചു. ലാറി അവിടെ എത്തിയപ്പോൾ അയാൾക്ക് അവിടെ അസ്വാഭാവികമായതൊന്നും കാണാൻ കഴിഞ്ഞില്ല. അവർ ഒന്നുകൂടെ കുട്ടിയുടെ മുറിയാകെ പരിശോധിച്ച ശേഷം താഴേക്ക് പോയി. എന്നാൽ താഴെ എത്തിയപ്പോൾ അവിടെ ഇരുന്നൊരു ടെഡി ബിയർ വേറൊരു സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നതായി അവർ കണ്ടു. പെട്ടെന്ന് തന്നെ പരിഭ്രാന്തരായ അവർ രാത്രിയിൽ തങ്ങളുടെ കുഞ്ഞിനെയും കൊണ്ട് ടോണിയുടെ അമ്മയുടെ വീട്ടിലേക്ക് പോയി. തുടർന്ന് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനായി കാലിഫോർണിയയിൽ താമസിക്കുന്ന ബാർബറ എന്ന തനിക്ക് പരിചയമുള്ള ഒരു അതീന്ദ്രിയ ജ്ഞാനമുള്ള ഒരു സ്ത്രീയെ ലാറി ഫോണിലൂടെ ബന്ധപ്പെടുകയും ഈ പ്രശ്നങ്ങളെക്കുറിച്ച് അവരോട് സംസാരിക്കുകയും ചെയ്തു. എന്നാൽ അവർ നേരിൽ കണ്ടില്ലെങ്കിലും അവിടെ നടക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള ചെറിയ വിവരങ്ങൾ നൽകാൻ അവർക്ക് കഴിഞ്ഞു.
അവർ പറഞ്ഞത് ആ വീട്ടിൽ 5നും 13നും ഇടയിൽ പ്രായമുള്ള ഒരു കൊച്ചു പെൺകുട്ടിയുടെ പ്രേത സാന്നിധ്യമുണ്ടെന്നാണ്. അവളുടെ പേര് സാലി എന്നാണ്. ബാക്കി കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞവർ ഫോൺ വെച്ചു. ഈ സമയത്ത് ടോണിയുടെ അമ്മ ആ വീട്ടിൽ നേരത്തെ താമസിച്ചിരുന്ന പഴയ താമസക്കാരിയുമായി സംസാരിക്കുകയുണ്ടായി. അവർ താമസിക്കുന്ന സമയത്ത് ഇതുപോലെയുള്ള എന്തെങ്കിലും വിചിത്രമായ കാര്യങ്ങളുണ്ടോ എന്ന് അവർ തിരക്കി. എന്നാൽ അവിടെ താമസിച്ചിരുന്നപ്പോൾ അവർക്ക് ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എന്ന് ആ സ്ത്രീ ആദ്യം പറഞ്ഞെങ്കിലും പിന്നെ കുറച്ച് ചിന്തിച്ചതിന് ശേഷം അവർ പറഞ്ഞത് അവിടെ താമസിക്കുന്ന ചില സമയങ്ങളിൽ ഒരു വിചിത്രമായ രൂക്ഷഗന്ധം അവിടെ ഉണ്ടാകുമായിരുന്നു. പക്ഷെ അവർക്കൊരിക്കലും അതിന്റെ ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞില്ല. കൂടാതെ ചില നേരങ്ങളിൽ കുട്ടികളുടെ കളിപ്പാട്ടങ്ങൾ അടുക്കി വെച്ചിരിക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്ത് തറയിൽ നിരത്തി വെച്ചിരിക്കുന്നതായി കണ്ട് പലപ്പോഴും അവർ കുട്ടികളെ വഴക്കു പറഞ്ഞിരുന്നു. എന്നാൽ കുട്ടികൾ അവരല്ല ഇത് ചെയ്തതെന്ന് ഉറപ്പിച്ച് പറയുമായിരുന്നു. അപ്പോഴൊന്നും ഇതൊന്നും അവർ വലിയ കാര്യമായി എടുത്തില്ല. എന്നാൽ പിഗ്മാൻ കുടുംബത്തിലെ കാര്യങ്ങൾ കേട്ടപ്പോൾ അവരുടെ മനസ്സ് വല്ലാതെ അസ്വസ്ഥമായി. ലാരി ബാർബറയുമായി വീണ്ടും സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് സാലി സുന്ദരിയായ ഒരു പെൺകുട്ടിയാണെന്നും കുട്ടികൾക്കൊപ്പം കളിക്കാനും കുടുംബത്തിലെ ഒരംഗത്തെ പോലെ ജീവിക്കാനും അവൾ ഇഷ്ടപ്പെടുന്നതായും അവൾ ഒരു നിരുപദ്രവകാരിയാണെന്നും ബാർബറ പിഗ്മാൻ ദമ്പതികൾക്ക് ഉറപ്പു നൽകി. ഇത് കേട്ട ഡെബ്രയ്ക്കും ടോണിക്കും മനസ്സിന് വല്ലാത്തൊരു ആശ്വാസം തോന്നി. അടുത്ത ദിവസം ഇതിനെപ്പറ്റിയെല്ലാം അറിഞ്ഞ ടോണിയുടെ മറ്റൊരു സഹോദരനായ ജോർജ് അവരെ കാണാനെത്തി. ജോർജ് പ്രേതങ്ങളിൽ വിശ്വസിച്ചിരുന്നില്ല. അതിനാൽ ടോണി താഴത്തെ മുറിയിലെ താനെ ചലിച്ച ടെഡി ബിയറിനെ കാണിച്ചപ്പോൾ അതിനോടൊപ്പമുള്ള തന്റെ ഒരു ഫോട്ടോ എടുക്കാൻ ജോർജ് ടോണിയോട് ആവശ്യപ്പെട്ടു. എന്നിട്ട് ജോർജ് ചുറ്റിനും നോക്കിക്കൊണ്ട് സാലി നീ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ചീസ് പറയും എന്ന് തമാശ രൂപത്തിൽ പറഞ്ഞു. ടോണി ക്യാമറ ഷട്ടർ ബട്ടൺ അമർത്തിയപ്പോൾ ടെഡി ബിയർ ജോർജിന്റെ നേരെ തിരിഞ്ഞു നോക്കി. ഇത് കണ്ട് രണ്ടുപേരും ഞെട്ടിപ്പോയി. അവരുടൻ തന്നെ ഡെബ്രയോട് കാര്യം പറയാൻ മുകളിലത്തെ നിലയിലേക്ക് ഓടി. എന്നാൽ ജോർജിന് ഓടാൻ കഴിഞ്ഞില്ല. അയാളുടെ ശരീരം മരവിച്ചതുപോലെ നിന്നുപോയി. തന്റെ സർവ്വശക്തിയും എടുത്ത് അയാൾ തന്റെ നിയന്ത്രണം വീണ്ടെടുത്തു. എന്നിട്ട് നിലവിളിച്ചുകൊണ്ട് സഹോദരന്റെ പിറകെയോടി. ഇത് കേട്ടപ്പോൾ തന്നെ ഡെബ്ര കുട്ടിയും എടുത്ത് അവിടെ നിന്ന് പോകാൻ തയ്യാറായി. ടോണി തന്റെ കുഞ്ഞിനെ കാറിന്റെ പിൻസീറ്റിൽ ഇരുത്താൻ ശ്രമിക്കുന്നതിനിടെ മുതുകത്ത് ഭയങ്കരമായൊരു വേദന അനുഭവപ്പെട്ടു. എന്നാൽ ആ സമയത്ത് ടോണി അതൊന്നും ശ്രദ്ധിക്കാതെ അവർ കുടുംബ വീട്ടിലെത്തിച്ചേർന്നു. അവിടെ എത്തിയ ടോണി വേദനയുള്ള ഭാഗത്ത് പരിശോധിച്ചപ്പോൾ വല്ലാതെ ഭയപ്പെട്ടുപോയി. ആ ഭാഗത്ത് രക്തം വാർന്നു കിടക്കുന്ന 3 ആഴത്തിലുള്ള പോറലുകൾ കാണാമായിരുന്നു. ഈ സമയത്ത് അവർ തങ്ങളുടെ സാധനങ്ങൾ പാക്ക് ചെയ്ത് അവിടെ നിന്ന് പോകുമെന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ അവർക്കതിന് കഴിയുമായിരുന്നില്ല. ഇതുപോലെ മറ്റൊരു വീട് വാങ്ങാനുള്ള സാമ്പത്തികം അവർക്കില്ലായിരുന്നു. എങ്ങനെയെങ്കിലും തങ്ങളുടെ വീടിനെ ഇതിൽ നിന്നെല്ലാം രക്ഷിക്കണമെന്ന ഉദ്ദേശത്തോടെ അവർ ബാർബറയെ വീണ്ടും വിളിച്ചു. കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം അവർ ഒരു മിനിറ്റ് കണ്ണടച്ചു. എന്നിട്ട് പിഗ്മാൻ ദമ്പതികളോട് പറഞ്ഞത് സാലി ഒരു നിരുപദ്രവകാരിയായ ആത്മാവാണ്. നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത് തടയാൻ ശ്രമിച്ചതാണ്. കൂടാതെ സാലിയെ അവഗണിക്കുന്നതിന് പകരം അവളെ സ്നേഹിക്കുകയും അംഗീകരിക്കുകയും ചെയ്താൽ അവിടെ ആത്മാവ് ശാന്തമായി തന്നെ ഇരിക്കുമെന്ന് ബാർബറ പിഗ്മാൻ ദമ്പതികളോട് പറഞ്ഞു. ഡെബ്രയ്ക്ക് ബാർബറ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണെന്ന് തോന്നി. അന്നു മുതൽ അവൾ സാലിയോട് സംസാരിക്കുകയും അവൾക്ക് നൽകാൻ ഒരു പാവയെ സമ്മാനമായി വാങ്ങുകയും ചെയ്തു. മാത്രമല്ല ഡെബ്ര സാലിയെ ഒരു വളർത്തു മകളായി കണ്ട് മാതൃത്വത്തോടെ അവളെ സ്നേഹിക്കാൻ തുടങ്ങി. എന്നാൽ ഇതെല്ലാം കണ്ട ടോണിക്ക് അവൾ ഭയം കൊണ്ടാണ് ഇതെല്ലാം ചെയ്തതെന്ന് തോന്നലുണ്ടായി. പക്ഷെ പിന്നെ അങ്ങോട്ട് ഡെബ്രയ്ക്ക് കുഴപ്പമൊന്നും സംഭവിച്ചില്ലെങ്കിലും ടോണിയുടെ ജീവിതത്തിൽ ദുരന്തങ്ങളുടെ തുടക്കമായിരുന്നു. മറ്റാരും കേൾക്കാത്ത രീതിയിലുള്ള ശബ്ദങ്ങൾ അവൻ കേൾക്കാൻ തുടങ്ങി. ആരൊക്കെ പരസ്പരം ഉച്ചത്തിൽ സംസാരിക്കുന്ന രീതിയിലായിരുന്നു ആ ശബ്ദങ്ങൾ. എന്നാൽ എന്താണ് അവർ പറയുന്നതെന്ന് ടോണിക്ക് വ്യക്തമായി അറിയാൻ കഴിഞ്ഞില്ല. മാത്രമല്ല വീടിന്റെ ചുമരുകൾക്കുള്ളിൽ ആരോ നഖത്താൽ പോറുന്നത് പോലെയുള്ള ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു. ഇതെല്ലാം അയാൾ തന്റെ ഭാര്യയോട് പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞത് സാലി അയാൾക്കൊപ്പം കളിക്കാൻ ശ്രമിക്കുകയാണെന്നാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി ഡെബ്രയുടെയും ടോണിയുടെയും കുറച്ച് സുഹൃത്തുക്കൾ അവരുടെ വീട്ടിൽ വരികയുണ്ടായി. അവരുമായി സന്തോഷത്തോടെ ഭക്ഷണം കഴിക്കുന്നതിനിടെ ടോണിയുടെ നെറ്റിൽ നിന്ന് രക്തം ഒഴുകി വരുന്നത് കാണാനിടയായ ഒരു സുഹൃത്ത് മറ്റുള്ളവരോട് ഇത് പറഞ്ഞപ്പോൾ അവർ നോക്കുന്ന സമയത്ത് ഒരു അദൃശ്യ കൈവന്ന് രണ്ടാമത് ടോണിയുടെ നെറ്റിൽ ആഴത്തിൽ പോറലേൽപ്പിക്കുന്നത് അവർ കാണാനിടയായി. ഇത്രയും സംഭവം നടത്തിയിട്ട് ഡെബ്ര സുഹൃത്തുക്കളോട് പറഞ്ഞത് സാലി ടോണിയോട് കളിക്കുകയാണെന്നാണ്. അന്നു മുതൽ ടോണിക്ക് നേരെയുള്ള ശാരീരിക പീഡനങ്ങൾ കൂടി വന്നു. ഒരിക്കൽ ടോണി ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടു. ഒരു അജ്ഞാത സ്ത്രീ വീടിന്റെ ഇടനാടിലൂടെ നടന്നു പോകുന്നത്. ഇത് കണ്ട ടോണി അവരെ പിന്തുടർന്നു. പെട്ടെന്ന് ആ സ്ത്രീ കിടപ്പുമുറിയിലേക്ക് കയറി. അയാൾ പിന്നാലെ ചെന്നെങ്കിലും ആ മുറിയിൽ ആ സ്ത്രീ ഉണ്ടായിരുന്നില്ല. ഇതിനെക്കുറിച്ച് ടോണി ബാർബറയുമായി സംസാരിക്കുകയുണ്ടായി. എന്നാൽ ബാർബറ പറഞ്ഞ മറുപടി കേട്ട് രണ്ടുപേരും ഞെട്ടി. കാരണം സാലിയെ കൂടാതെ ആ വീട്ടിൽ മറ്റൊരു ആത്മാവ് കൂടി ഉണ്ടായിരുന്നു. ആ പ്രേതാത്മാവ് ആധിപത്യ സ്വഭാവമുള്ള ഒരു വൃദ്ധ സ്ത്രീയായിരുന്നു. ബാർബറയും ആത്മാക്കൾ നിരുപദ്രവകാരിയാണെന്ന് വിശ്വസിച്ചിരുന്നെങ്കിലും ടോണി അനുഭവിക്കുന്ന പീഡനം അവഗണിക്കാൻ അവർക്ക് പ്രയാസമായി തോന്നി. പ്രത്യേകിച്ച് അത് കൂടുതൽ രൂക്ഷമാകാൻ തുടങ്ങിയപ്പോൾ
ഒരിക്കൽ രാത്രി ടോണി ഉറങ്ങുമ്പോൾ കറുത്ത വസ്ത്രം ധരിച്ച പ്രായമായ സ്ത്രീ തന്റെ മേൽ വട്ടമിട്ട് പറക്കുന്നതായി അയാൾ സ്വപ്നം കണ്ടു. പെട്ടെന്ന് ആ സ്ത്രീ അവനെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി അവനെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുന്നത് കണ്ട് ടോണി ഭയന്ന് ഞെട്ടി എഴുന്നേറ്റു. ഇതൊന്നും അടുത്തു കിടന്ന ഡെബ്ര അറിഞ്ഞതേയില്ല. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ആ വീട്ടിൽ നിത്യസംഭവങ്ങളായി മാറി. ഒരു ദിവസം ടോണി പഴയ രീതിയിലുള്ള വസ്ത്രം ധരിച്ചൊരു പെൺകുട്ടിയുടെ ചിത്രം വരച്ചു. ഈ ചിത്രം കണ്ട ഡെബ്ര ആ ചിത്രത്തിലുള്ള പെൺകുട്ടി മുൻ വാടകക്കാരന്റെ മകനുടെ സാങ്കല്പിക സുഹൃത്തായിരുന്ന സാലിയാണെന്ന് തിരിച്ചറിഞ്ഞു. ഈ ചിത്രം ഈ സംഭവത്തിന്റെ അസ്തിത്വം വെളിപ്പെടുത്തുന്ന ഒരു തെളിവായിരുന്നു. പിഗ്മാൻ ദമ്പതിമാരുടെ വീട്ടിൽ നടക്കുന്ന പ്രേതബാധകളെ കുറിച്ചുള്ള കഥകൾ സമൂഹത്തിൽ പ്രചരിക്കാൻ തുടങ്ങി. വീട്ടിൽ ഒരു എപ്പിസോഡ് റെക്കോർഡ് ചെയ്യാൻ ആഗ്രഹിച്ചുകൊണ്ട് സൈറ്റിംഗ്സ് എന്ന ഗോസ്റ്റ് ഹണ്ടേഴ്സ് ഷോയുടെ ആൾക്കാർ ടോണിയോട് അനുവാദം ചോദിച്ചു. ടോണി അതിന് സമ്മതം മൂളുകയും ചെയ്തു. ടോണി അഭിമുഖം നടത്താനായി ഉപകരണങ്ങൾ സജ്ജീകരിച്ച് മിനിറ്റുകൾക്കുള്ളിൽ ക്യാമറ സംഘം അവിശ്വസനീയമായ ഒരു പ്രതിഭാസത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. ഏതോ ഒരു അദൃശ്യ ശക്തി അവരുടെ മുന്നിൽ വെച്ച് തന്നെ ടോണിയെ ഉപദ്രവിക്കാൻ തുടങ്ങി. ടോണിയുടെ മുതുകത്തായി നഖത്താൽ MC എന്ന് പോറലായി എഴുതിയിരിക്കുന്നു. അതിൽ നിന്ന് രക്തം ഒഴുകുന്നുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ആ വീടിന്റെ ഉടമയായ മൈക്കൽ ക്രോവൻ ഫിന്നിയുടെ ഇനിഷ്യലാണെന്ന് അവർ കണ്ടെത്തി. ആ ഷൂട്ടിംഗ് നടന്ന രാത്രിയിൽ ടോണിക്കെതിരെ 11 ആക്രമണങ്ങൾ നടന്നതായി അവർ കണ്ടെത്തി. അവർ ഇതുപോലെയൊരു സംഭവം അവരുടെ പാരാസൈക്കോളജിയിൽ ഇതുവരെ കണ്ടിട്ടില്ലെന്ന് വിശദീകരിച്ചു. സൈറ്റിംഗ് ഷോയുടെ സംഘം ഷൂട്ടിങ്ങിന് ശേഷം പോകുന്നതിന് മുമ്പായി ആ വീട്ടിൽ എന്തോ കുഴപ്പമുണ്ടെന്ന് ടോണിയോട് പറയുകയും ചെയ്തു. അങ്ങനെ ഇതിനെക്കുറിച്ചറിഞ്ഞ ഒരു മാധ്യമം വീട്ടിൽ വന്ന് വീട് ശുദ്ധീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്തപ്പോൾ ടോണി സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ശുദ്ധീകരിക്കുന്നതിനിടെ സാലിയുടെ ആത്മാവിനെ അവിടെ തന്നെ തുടരാൻ അനുവദിക്കണമെന്ന് ഡെബ്ര അഭ്യർത്ഥിച്ചു. പദ്ധതി പ്രകാരം ശുദ്ധീകരണം നടന്നില്ല. കാരണം അതിനിടയിൽ ടോണി ആക്രമിക്കപ്പെട്ടു. ഇതുവരെയുള്ള മുറിവുകളേക്കാൾ ആഴമേറിയ മുറിവുകളായിരുന്നു ടോണിക്ക് കിട്ടിയത്. ആത്മാക്കൾ അസ്വസ്ഥരായി. വീണ്ടും നിർത്താതെയുള്ള ശബ്ദങ്ങൾ ടോണി കേൾക്കാൻ തുടങ്ങി. ഉറക്കക്കുറവ് കാരണം ടോണിക്ക് തന്റെ മനസ്സിന്റെ നിയന്ത്രണം നഷ്ടമാകുന്നത് പോലെ തോന്നി. ബ്ലാക്ക് ഔട്ട് ചിന്തകൾ അയാളെ വേട്ടയാടാൻ തുടങ്ങി. തുടർന്ന് അയാൾ തന്റെ വീട്ടിൽ അലഞ്ഞു തിരിഞ്ഞ ഒരു തെരുവ് പൂച്ചയെ ഒരു കറുകത്തി ഉപയോഗിച്ച് കൊലപ്പെടുത്തി. എന്നാൽ സ്വബോധം വന്നപ്പോൾ തന്റെ കയ്യാൽ എന്താണ് സംഭവിച്ചതെന്നറിയാതെ അവൻ വല്ലാതെ ഭയപ്പെട്ടു. ടോണി പൂച്ചയെ മറവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭാര്യയെ കൊല്ലാൻ അയാളെ പ്രേരിപ്പിക്കുന്ന ഒരു ശബ്ദം കേൾക്കാൻ തുടങ്ങി. ഉടൻ തന്നെ അയാൾ വിഷലിപ്തമായ ചിന്തകളെ അകറ്റി നിർത്താൻ ശ്രമിച്ചുകൊണ്ട് തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ആ പ്രേരണയെ ചേർത്തു. കുറച്ചു കഴിഞ്ഞപ്പോൾ ടോണി പടിക്കെട്ടിന്റെ മുകളിലെത്തിയപ്പോൾ ഏതൊക്കെയോ കുറെ ശക്തികൾ അയാളെ തള്ളി താഴെയിടാൻ ശ്രമിച്ചു. എന്നാൽ പൂർണ്ണമായും അയാൾ താഴേക്ക് വീടില്ല. എന്നാൽ തന്നെക്കുറിച്ച് ഓർത്ത് അയാൾക്ക് ഒരു ആശങ്കയുമില്ലായിരുന്നു. എന്നാൽ തന്റെ കുഞ്ഞിന്റെ കാര്യത്തിൽ വല്ലാത്തൊരു ഭയമായിരുന്നു. അങ്ങനെ ഒരു രാത്രിയിൽ ടൈലർ അർദ്ധരാത്രിയിൽ ഞെട്ടലോടെ ഉണർന്ന് കരയാൻ തുടങ്ങി. സാധാരണ കുട്ടി കരയുന്നത് പോലെ ആയിരുന്നില്ല അത്. അവൻ എന്തിനെയോ കണ്ട് ഭയപ്പെട്ടതുപോലെയായിരുന്നു. ഇതിന് പിന്നാലെ ടൈലറിന്റെ മുറിയിൽ അടക്കി വെച്ചിരുന്ന പാവകളിൽ നിന്ന് മനുഷ്യനല്ലാത്ത ഉച്ചത്തിലുള്ളൊരു ശബ്ദം പുറത്തു വന്നു. ഈ ശബ്ദം കേൾക്കാനിടയായ ഡെബ്ര കുട്ടിയും കൊണ്ട് മുറിക്ക് പുറത്തിറങ്ങി. ഇനി ആ വീട്ടിൽ സുരക്ഷിതമായി താമസിക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായ അവർ രണ്ടുപേരും ആ വീട്ടിൽ നിന്ന് താമസം മാറി. വീട്ടിൽ സാലി എന്ന പെൺകുട്ടിയുടെ പ്രേതത്തെ കൂടാതെ പല ദുഷ്ടാത്മാക്കളും അവിടെയുണ്ടെന്ന് പല അന്വേഷകരും വിശ്വസിക്കുന്നു. പിഗ്മാൻ ദമ്പതികൾക്ക് ശേഷം പുതിയ വാടകക്കാർ വന്നെങ്കിലും ഇതുപോലെയുള്ള അമാനുഷിക കഥകൾ തുടർന്നുകൊണ്ടേയിരുന്നു. സാലി ഹൗസിന്റെ വേട്ടയാടുന്ന പ്രേതങ്ങൾ ഇന്നും ആ വീട്ടിൽ തന്നെയുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു.